ഹായ് ഗായ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിസിക്സിലെ കുറച്ച് ടേംസിനെ കുറിച്ചാണ് പഠിച്ചതല്ലേ? അതേപോലെ തന്നെ ഇന്നും നമുക്ക് കുറച്ച് ടേംസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന്. എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ വെൻ ദേ ആർ ഇൻസിഡൻറ്റ് ടു ലൈറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതായത് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ലൈറ്റിനെ എക്സ്പോസ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽസിലെ ഇലക്ട്രോണ് വന്ന് തട്ടുന്ന ലൈറ്റിൻ്റെ എനർജി എടുത്തിട്ട് ഹയർ എനർജി ലെവലിനകത്തോട്ട് എക്സൈറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലൈറ്റ് വന്ന് തട്ടുമ്പോൾ ആ വന്ന് തട്ടുന്ന ലൈറ്റിൻ്റെ എനർജി എടുത്തിട്ട് ആ എനർജി കൊണ്ട് ഈ മെറ്റീരിയലിനകത്തുള്ള ഇലക്ട്രോൺസിനെ തട്ടിത്തെറിപ്പിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമ്പോൾ ബേസ് ചെയ്യുന്ന ഒരുപാട് ഡിവൈസസ് ഒക്കെ നമുക്കറിയാം അല്ലേ? സോളാർ, ലേസർ ഒക്കെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമ്പോഴാണ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നോക്കി ഫിഗർ നോക്കിയാൽ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമ്മൾ ടൈറ്റ്ലി ബോണ്ടഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലൂസ്ലി ബോണ്ടഡ് ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺസ്, മെറ്റീരിയലിമേ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് ലൈറ്റ് എനർജി വന്ന് തട്ടുമ്പോൾ എന്ത് ചെയ്യും, ആ ലൈറ്റിൻ്റെ എനർജി ഇലക്ട്രോണിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, അത് ഹയർ എനർജി സ്റ്റേറ്റിനകത്തോട്ട് എക്സൈറ്റ് ചെയ്ത് പോകും. ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ദെൻ അത് വെച്ച് നമുക്ക് EMF ഉണ്ടാവും, കറണ്ട് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അതൊന്നും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പഠിക്കണ്ട. ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് പോളറൈസേഷൻ. ഇതും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ് പോളറൈസേഷൻ? ഓക്കെ, the phenomenon of limiting the vibration of light to a single plane is known as polarization. Okay, that is polarization എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലൈറ്റിൻ്റെ വൈബ്രേഷൻസിനെ ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രം ആക്കുന്നതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ലൈറ്റ് ഒരു മീഡിയത്തിനകത്തൂടെ ട്രാവൽ ചെയ്യുമ്പോൾ മീഡിയത്തിലുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസിന് വൈബ്രേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ? ആ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലോട്ടും ഒരേപോലെ ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു മൈന്യൂട്ട് പാർട്ടിക്കിൾ എല്ലാ ഡയറക്ഷനിലോട്ടും ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താക്കുമെന്ന് അറിയാമോ, ആ എല്ലാ ഡയറക്ഷനിലോട്ടും ഉള്ള വൈബ്രേഷൻസ് കട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്ലെയിനിലുള്ള വൈബ്രേഷൻ മാത്രം നിർത്തും. ബാക്കിയുള്ള പ്ലെയിനിലുള്ള വൈബ്രേഷൻസ് എല്ലാം കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണല്ലേ ലൈറ്റ്. ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും എന്തായിരിക്കും, ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രമായിട്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും. ബാക്കിയുള്ള എല്ലാ പ്ലെയിനിലെയും നമ്മൾ വൈബ്രേഷൻസ് കട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് പോളറൈസേഷൻ. ഇനി ഇങ്ങനെ പോളറൈസേഷൻ ചെയ്ത് കഴിഞ്ഞ ലൈറ്റിനെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ ഉള്ള ലൈറ്റിനെയാണ് നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ദെൻ പോളറൈസ് ചെയ്യാത്ത ലൈറ്റിനെ നമ്മൾ എന്താ പറയുക, അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. ഓക്കെ, പിന്നെയുള്ള ഒരു ടേം പോളറൈസർ. അതായത് ഒരു മെറ്റീരിയലിന് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിന് ഒരു ലൈറ്റിനെ പോളറൈസ് ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വി കോൾഡ് ആസ് പോളറൈസർ. നമ്മളതിനെ പോളറൈസർ എന്ന് പറയും. ഓക്കെ, പോളറൈസറിനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ ഇത് ഇസ് ക്രിസ്റ്റൽ, അതിനകത്തൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ പുറത്തോട്ട് വരുന്ന ലൈറ്റിന് ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രമേ വൈബ്രേഷൻസ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്ലെയിനിലെയും വൈബ്രേഷൻസ് എന്ത് ചെയ്യും, ആ ക്രിസ്റ്റൽ കട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ പോളറൈസർ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലോട്ടും വൈബ്രേഷൻസ് ഉണ്ടാകും. പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രമേ വൈബ്രേഷൻസ് ഉണ്ടാവുള്ളൂ. പോളറൈസർ എന്ന് പറഞ്ഞാൽ അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ പോളറൈസ്ഡ് ലൈറ്റ് ആക്കാൻ എബിലിറ്റി ഉള്ള ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളറൈസർ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റ്, ഒരു പോളറൈസറിനകത്തൂടെ അൺപോളറൈസ്ഡ് ലൈറ്റ് കടന്നു വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് പോളറൈസ്ഡ് ലൈറ്റ്. ദാറ്റ് ഈസ് വൈബ്രേഷൻസ് ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രമുള്ള ലൈറ്റ് കിട്ടും. ഓക്കെ, ഇതാണ് പോളറൈസേഷൻ.
ഇനി എങ്ങനെയാണ് ലൈറ്റിനെ പോളറൈസ് ചെയ്യുക, പോളറൈസ് ചെയ്ത ലൈറ്റിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് തേർഡ് മൊഡ്യൂളിനകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ. The next one is resolving power of an optical instrument. എന്താണ് റിസോൾവിങ് പവർ? ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ് പോലുള്ള ലൈറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുക. ദെൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ റിസോൾവിങ് പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ the ability of an optical device to produce different images of two closely placed objects is called resolving power. Okay, സിംപ്ലി വളരെ തൊട്ടടുത്തിരിക്കുന്ന വളരെ ക്ലോസ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള രണ്ട് മൈന്യൂട്ട് ഒബ്ജക്ട്സ്, ഓക്കെ, കുഞ്ഞു രണ്ട് ഒബ്ജക്ട്സ് വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള രണ്ട് ഒബ്ജക്റ്റിൻ്റെ ഇമേജസ് നമ്മൾ അതിനകത്തൂടെ ആ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിനകത്തൂടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഇമേജ് നമുക്ക് ഒന്നായിട്ടല്ലാതെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് കാണിക്കാൻ പറ്റുന്ന ആ ഒപ്റ്റിക്കൽ ഡിവൈസിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ തൊട്ടടുത്തിരിക്കുന്ന രണ്ട് ഒബ്ജക്റ്റിനെ രണ്ടായി കാണിക്കാനുള്ള കഴിവ്, സിംപ്ലി ദാറ്റ്. ഓക്കെ, അത് ഒറ്റയടിക്ക് ഒരേപോലെ തോന്നാതെ രണ്ട് ഡിഫറെൻറ്റ് ഇമേജസ് കാണിക്കാനുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കഴിവിനെയാണ് നമ്മൾ റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റിസോൾവിങ് പവർ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.